വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ, അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് 0% പണിക്കൂലി. അതുല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വളാഞ്ചേരി റോഡ്, കൊപ്പം. അങ്ങാടിപ്പുറം പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സമ്മേളനമാണ് ഈ വരുന്ന 5-ാം തീയതി മുതൽ 11-ാം തീയതി വരെയുള്ള തീയതിയിൽ നടക്കാൻ പോകുന്നത്. സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി അനീതിയുടെ കാലത്തിന് യുവതയുടെ തിരുത്തെന്ന പ്രമേയമായി സംസ്ഥാനത്തുടനീളം നടത്തിയ മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ 23 യൂണിറ്റുകളായി 3500ഓളം മെമ്പർഷിപ്പ് വിതരണം ചെയ്യുകയും ഈ മുഴുവൻ യൂണിറ്റുകളിലും യൂണിറ്റ് സമ്മേളനം പൂർത്തീകരിച്ച് പഞ്ചായത്ത് സമ്മേളനത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ജനങ്ങളോടുള്ള അക്രമ രാഷ്ട്രീയപരമായിട്ടുള്ള സർക്കാരുകളോടുള്ള ഒരു പ്രതിഷേധം കൂടിയായിരിക്കും ഈ സമ്മേളനത്തിലുടനീളം ഉയർന്നു വരാൻ പോകുന്നത്. ഇരു സർക്കാരുകളെയും സംസ്ഥാനത്തും അതുപോലെ തന്നെ ഇന്ത്യയിലൊട്ടാകെ അലടിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ട് സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ഇങ്ങനെയൊരു ക്യാപ്ഷനുമായിട്ട് ഈ ഒരു മെമ്പർഷിപ്പുമായി ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. 5-ാം തീയതി അടുത്ത ഞായറാഴ്ച സമ്മേളനത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ മുൻകാല മൺമറഞ്ഞുപോയ നേതാക്കളായിട്ടുള്ള മുഹമ്മദ് ഫൈസിയുടെയും കുന്നത്ത് മുഹമ്മദ് ഫൈസിയുടെയും അതുപോലെ തന്നെ സയ്യിദ് KKCM തങ്ങളുടെയും മക്ബറ സിയാറത്ത് ചെയ്തുകൊണ്ടാണ് പരിപാടി ആരംഭിക്കുന്നത്. 6-ാം തീയതി നമ്മുടെ മുൻകാല നേതാവായിട്ടുള്ള പുല്ലൂർശങ്ങാട്ടിൽ അബ്ദുള്ള മാസ്റ്ററുടെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളിൽ നിന്ന് പതാക വാങ്ങിക്കൊണ്ട് സമ്മേളന നഗരിയായിട്ടുള്ള തിരൂർക്കാട് പതാക ഉയർത്തുകയാണ് ചെയ്യുന്നത്. 7-ാം തീയതി നമ്മുടെ യുവതീ സംഘമാണ് നടക്കാൻ പോകുന്നത്. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് വലിയ കുട്ടിൽപടിയുള്ള ഹൈറാമിനി ഓഡിറ്റോറിയത്തിൽ വെച്ച് നമ്മുടെ പരിപാടി നടക്കുന്നത്. ആ ഒരു പരിപാടിയിൽ നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് വനിതാ ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി റസീന അസീബും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറയും നമ്മുടെ നേതാവായിട്ടുള്ള ഉമർ അർക്കിൽ സാഹിബാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മെ സംസാരിക്കുന്നത്. അടുത്ത ദിവസം 8-ാം തീയതി പ്രതിനിധി സമ്മേളനമാണ് നടക്കാൻ പോകുന്നത്. ഉത്തരങ്ങാടിയിലുള്ള ഇറാൻ നാച്ചുറൽ പാർക്കിൽ വെച്ച് പഞ്ചായത്തിലെ 23 യൂണിറ്റിലെയും മുഴുവൻ പ്രതിനിധികളെയും വിളിച്ചുകൊണ്ട് അവർക്ക് ശേഷം 7:30 മണിക്കാണ് ഇത്തരത്തിലൊരു പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അന്ന് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് സംസ്ഥാന ദേശീയ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയായിട്ടുള്ള TP അഷ്റഫ് അലിയും മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്നത് മുൻ സംസ്ഥാന MSFൻ്റെ പ്രസിഡന്റും ഇപ്പോഴത്തെ ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് കോഴിക്കോട് ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റുമായിട്ടുള്ള നിസ്സബ് ടിവിയൂരാണ് മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുന്നത്. മണ്ഡലത്തിലെയും അതുപോലെ തന്നെ ജില്ലയിലെയും പഞ്ചായത്തിലെയും മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിം യൂത്ത് ലീഗിൻ്റെയും MSFൻ്റെയും എല്ലാ നേതാക്കന്മാർ ഈ പരിപാടിയിൽ പ്രതിനിധി സമ്മേളനത്തിൽ നമ്മോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ട്. മുഴുവൻ നേതാക്കന്മാരും ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. 11-ാം തീയതി യുവജന റാലിയും അതുപോലെ തന്നെ പൊതുസമ്മേളനം നടക്കാൻ പോവുകയാണ്. അങ്ങാടിപ്പുറം റെയിൽവേ ഗേറ്റിൻ്റെ തൊട്ടടുത്ത് നിന്ന് ഏകദേശം ഒരു 5 മണിയോടുകൂടി റാലി ആരംഭിച്ച് തിരൂർക്കാടേക്ക് ഒരു 7 മണിക്ക് എത്തുന്ന രീതിയാണ് റാലി നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം അവിടെ പൊതുസമ്മേളനമാണ് നടക്കാൻ പോകുന്നത്. നമ്മുടെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബും അതുപോലെ തന്നെ സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി PK ഫിറോസും ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റായിട്ടുള്ള ഷെരീഫ് കുറ്റൂർ സാഹിബും മണ്ഡലത്തിലെയും ജില്ലയിലെയും പഞ്ചായത്തിലെയും മുഴുവൻ മുസ്ലിം ലീഗിൻ്റെയും അതുപോലെ തന്നെ MSFൻ്റെയും യൂത്ത് ലീഗിൻ്റെയും നേതാക്കന്മാരെല്ലാം ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് നമ്മോട് സംസാരിക്കും. നമ്മളൊരു പുതിയ വഴിയിലൂടെയാണ് സംഘടനാ പ്രവർത്തനം കൊണ്ടുപോകുന്നത്. നമ്മൾ പ്രൊഫഷണലായിട്ടാണ് ഈ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. പിന്നെ പുതിയ സാങ്കേതിക വിദ്യകളായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഓഗ്മെൻ്റഡ് റിയാലിറ്റി അതിൻ്റെയൊക്കെ സഹായത്തോടെയാണ് നമ്മൾ ഈ സമ്മേളനത്തിൻ്റെ പ്രചരണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സമ്മേളനത്തിന് തുടക്കം മുതൽ അവസാനം വരെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്ന പലസ്തീനിലുള്ള ആ ജനതയ്ക്കുള്ള ഐക്യദാർഢ്യം ഈ സമ്മേളനത്തിലുണ്ടാകും. സമ്മേളനം തുടങ്ങുന്നത് തന്നെ പ്രാർത്ഥന കൊണ്ടാണ്.
അവസാനിക്കുന്ന നമ്മുടെ സമാപന സംഗമവും റാലിയും പാലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യവും അവരോടുള്ള ചോദ്യത്തിലും കൂടെ ഉണ്ടാകുന്നത് ചേർക്കണം.